മയങ്ങിക്കിടന്ന പല സംഭവങ്ങൾ തലപൊക്കിയത് എ.കെ. ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമായിരുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങളിലെ നിശബ്ദത വെടിയാനായി പ്രേരിപ്പിച്ചത് നിയമസഭയിലെ പരാമർശങ്ങളാണ് എന്ന് എ.കെ. ആന്റണി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതിൽ തൃപ്തികരമല്ല. ശിവഗിരിയിലും മാറാടും മുത്തങ്ങയിലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നതും വീണ്ടും ചർച്ചയായി മാറി. അതിന്റെ ഗുണദോഷ വിചാരങ്ങൾ കോൺഗ്രസിലുണ്ട്. അപ്പുറത്ത് ആന്റണിയാണ് എന്നതുകൊണ്ട് CPM കരുതലിലുമാണ്. സഭയിൽ വെച്ചു തന്നെ മുൻ സർക്കാരിന് കവചം തീർക്കേണ്ടിയിരുന്ന അഭിപ്രായമുള്ളവരും അതല്ല, ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചതോടെയല്ലേ മുത്തങ്ങയും ശിവഗിരിയും മറ്റും വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് എന്ന് വിചാരിക്കുന്നവർ കോൺഗ്രസിലുമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ നിയമസഭാ ടീമിനോട് ആന്റണിക്ക് വാത്സല്യ മനോഭാവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കണക്കു തീർക്കാൻ അദ്ദേഹത്തിന്റെ അജണ്ടയിലില്ല. എന്നാൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചകൾക്ക് സന്നദ്ധമാകുന്ന സർക്കാരിന്റെ പുതിയ തന്ത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഗൃഹപാഠത്തിന് ഇളക്കമുണ്ടാക്കാൻ തയ്യാറാകണമെന്ന അഭിപ്രായം ആന്റണിക്കുണ്ട്. അതിന് ശ്രമിച്ചില്ല എങ്കിൽ ചില ആരോപണങ്ങൾ പൂരിപ്പിക്കപ്പെടാതെ കിടക്കും. അങ്ങനെയൊരു സാഹചര്യം രൂപപ്പെട്ടെന്ന് തോന്നിയതിനാൽ ആ നടപടികളിലേക്ക് അന്നത്തെ സർക്കാരിനെ പ്രേരിപ്പിച്ച കാരണങ്ങളും സംഭവിച്ചതിലെ വ്യസനവും ആന്റണി തുറന്നു പറഞ്ഞിരുന്നു. ശിവഗിരിയിലും മുത്തങ്ങയിലും മാറാടും നടന്നതിനെക്കുറിച്ച് CPM പ്രചരിപ്പിക്കുന്നത് ഒരു വശം മാത്രമാണെന്ന് അതിലൂടെ സ്ഥാപിക്കാനായെന്നും അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകാം. ഇതോടെ ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ കൂടുതൽ വ്യാപൃതനാകുമോ എന്ന സൂചന ശക്തമായിരിക്കുകയാണ്. വിഷയങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇനിയും സംസാരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സസ്പെൻസ് അദ്ദേഹം നിലനിർത്തിയിട്ടുമുണ്ട്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ ദുർബലമാക്കുന്ന ഒരു നടപടിക്കും തയ്യാറല്ല എന്ന നിലപാടിൽ നിന്ന് അദ്ദേഹം വ്യതിചലിക്കാനിടയില്ല. 2026 UDFന്റെ തിരിച്ചുവരവിനെ ആളിക്കത്തുന്ന ഒരു കാര്യത്തിനും അദ്ദേഹം തയ്യാറാവരുത് എന്ന ഉപദേശമാണ് കോൺഗ്രസുകാർക്ക് അദ്ദേഹം നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. മുത്തങ്ങ ശിവഗിരി വിവാദങ്ങളിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. റണ്ണിംഗ് കമന്ററിക്കില്ല. എന്റെ വാർത്താ സമ്മേളനം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. അപ്രിയ സത്യങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം തുറന്നു പറയാനും പറയാതിരിക്കാനും സാധ്യതയുണ്ട്. മറ്റു വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനിയും അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ശിവഗിരിയിലെ പോലീസ് ഇടപെടലിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണിക്കെതിരായ വിമർശനത്തെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നേരിട്ടിരുന്നു. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ വർക്കല MLA V. ജോയിയാണ് ശിവഗിരി വിഷയം എടുത്തിട്ടത്. 1995 ശിവഗിരിയിലെ തർക്കം പരിഹരിക്കാനുള്ള ഉപസമിതി രൂപീകരണത്തിൽ രാഷ്ട്രീയം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടെന്ന് V. ജോയ് ചൂണ്ടിക്കാട്ടി. എ.കെ. ആന്റണി ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. മന്ത്രിസഭയും നിയമസഭയും അംഗീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ ഞങ്ങൾക്കും പറയാനുണ്ട്. അതിനു പകരം ചില പരാമർശങ്ങൾ മാത്രം ശിവഗിരിയെക്കുറിച്ച് നടത്തുന്നത് ശരിയല്ല എന്ന് തിരുവഞ്ചൂർ പറഞ്ഞിരുന്നു. തന്നെ പ്രതിരോധിക്കാൻ നിയമസഭയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന എ.കെ. ആന്റണിയുടെ പ്രതികരണത്തിൽ നിന്നുള്ള കുറ്റബോധം കൊണ്ടാകാം തിരുവഞ്ചൂരിന്റെ ഇടപെടലെന്ന് മന്ത്രി P. രാജീവ് മറുപടി പറഞ്ഞു. അടിയന്തര പ്രമേയ ചർച്ചയിൽ ശിവഗിരിയെക്കുറിച്ച് പരാമർശിച്ചത് ശരിയായിട്ടില്ല എന്നും ഇത് അനുവദിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചൂണ്ടിക്കാട്ടി.